ഹലോ, നമസ്കാരം. സ്ത്രീധന പീഡനത്തിൽ മനംനൊന്ത് യുവതി ജീവനൊടുക്കി. തമിഴ്നാട് നടന്നൊരു സംഭവമാണ്. ഇത്തരത്തിലുള്ള വിഷയത്തെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ഒരുപാട് തവണ ഇതിനു മുമ്പും സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് വീണ്ടും സംസാരിക്കാതിരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. പിന്നെ ആ ഒരു പെൺകുട്ടിയുടെ ഓഡിയോ ക്ലിപ്പൊക്കെ ഇവർ വെളിയിൽ വിട്ടിട്ടുണ്ട്, മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ അയച്ചത്. അതും കൂടി കേട്ടപ്പോൾ എനിക്കിത് സംസാരിക്കണം തോന്നി. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നിങ്ങളും കേട്ട് നോക്കൂ, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഭർത്തൃ വീട്ടുകാരുടെ സ്ത്രീധന പീഡനത്തെ തുടർന്ന് തമിഴ്നാട് തിരുപ്പൂരിൽ നവവധു ജീവനൊടുക്കി. 27-കാരിയായ റീഥനിയാണ് മരിച്ചത്. 100 പവൻ സ്വർണവും 70 ലക്ഷം രൂപയുടെ കാറും വിവാഹ സമയത്ത് നൽകിയിട്ടും വീണ്ടും സ്ത്രീധനം ആവശ്യപ്പെട്ട് പീഡിപ്പിക്കുകയായിരുന്നു. അച്ഛന് ശബ്ദ സന്ദേശം അയച്ച ശേഷമാണ് യുവതി മരിച്ചത്. இந்த தடவை நான் யாரும் என்ன காப்பாத்தணும்னு நினைக்கலப்பா. எல்லா தடவையும் நம்ம லைஃப் மாறும் அப்படின்னு தான் நினைச்சிருக்கேன். ஆனா இந்த தடவை என் லைஃப் எப்பவுமே மாறாதுங்கிறது உண்மையை புரிஞ்சுக்கிட்டேன். இந்த பிரச்சனை சால்வ் ஆகாது. ஒருத்தவங்களோட குணத்தையும் கேரக்டரையும் மாத்தவே முடியாது. அவங்க என்ன ரொம்ப காயப்படுத்திட்டாங்க, ரொம்ப அசிங்கமும் படுத்திட்டாங்க. போதும், அந்த மாதிரி ஒரு குடும்பத்துல வாழ்ந்து குப்பை கொட்டிருக்கு. முடிச்சுக்கலாம். ஏன் நீ உன் வாழ்க்கை நீ ஏன் முடிச்சுக்கிற? முட்டாளா நீன்னு உங்களுக்கு தோணலாம். எனக்கு அவ்வளவு தெம்பெல்லாம் இல்லப்பா. அவ்வளவு தைரியமான பொண்ணெல்லாம் கிடையாது. தைரியமா இருக்கிற மாதிரி காமிச்சுக்கிட்டேன். இந்த வாழ்க்கை வேண்டாம், முடிச்சிருக்கலாமே, பொறுமையா இருந்திருக்கலாமே நீங்க யோசிச்சிருந்தா. இந்த வாழ்க்கைய முடிச்சாலும் இன்னொரு வாழ்க்கைய தேர்ந்தெடுத்துக்கிறக்கும், இன்னொரு வாழ்க்கைய ஏத்துக்கிறதுக்கான மனம் வலிமை என்கிட்ட இல்லப்பா. அது அசிங்கம். അത് വേറെ മാറി வாழ்க்கையா പോയിരും. എനിക്ക് ആ വിസ്മയനൊക്കെയാണ് ഓർമ്മ വരുന്നത് ഇത് കേട്ട്. ജോബി ജോർജ് ആണ് നമുക്കൊപ്പം വിവരങ്ങളുമായി അവിടെ നിന്ന് ചേരുന്നത്. ജോബി, കേട്ടു നിൽക്കുന്നവർക്ക് തന്നെ നമുക്ക് കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു ശബ്ദമാണ് ആ കുട്ടിയുടെ. അപ്പോൾ അച്ഛന്റെ ഒക്കെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്താണ് ഈ 100 പവനും 70 ലക്ഷം രൂപയും പോരാത്രേ ആ നാറയ്ക്കും നാറയുടെ കുടുംബത്തിനും. മുമ്പ് പറഞ്ഞ തന്നെ പറയാനുള്ളൂ, ഈ സ്ത്രീധനം വാങ്ങുന്നത് തെറ്റാണ്. ഓഫ് കോഴ്സ് സ്ത്രീധനം കൊടുക്കാതിരുന്നൂടെ അറ്റ്ലീസ്റ്റ്. എന്തിനാ കൊടുക്കുന്നേ? ഈ കൊടുപ്പും വാങ്ങലിൽ തന്നെ ഇതിൻ്റെ പ്യൂരിറ്റി നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാരേജ് എന്ന് പറയുന്നതിൻ്റെ പ്യൂരിറ്റി നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിപ്പം തമിഴ്നാട്ടിൽ നടന്നു, ആ രീതിയിൽ നിങ്ങൾ കാണണ്ട. കേരളത്തിലും ഒരുപാട് ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇനിയും ഭാവിയിൽ ഉണ്ടാവാതിരിക്കട്ടെ, അത്രേ പറയാനുള്ളൂ. ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇപ്പോഴും ഇത്തരത്തിലുള്ള റിച്വൽസിലൊക്കെ ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. ഈ സ്ത്രീധനം കൊടുക്കുക, വാങ്ങുക, അന്തസ്സ്, അത് ഇത് എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. വിവരം കെട്ട ആൾക്കാരാണ്. പച്ചയ്ക്ക് പറയാം. എന്തോരം വാർത്തകൾ വന്നു, എന്തോരം ആളുകളുടെ ജീവൻ പോകുന്നുണ്ടെന്നുള്ളതൊന്നും ഇവിടുത്തെ വേട്ടാവളിയമാരുടെ കുടുംബത്തിന് മനസ്സിലാക്കാൻ പറ്റൂല. എത്ര കിട്ടിയാലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്ത ആളുകളാണ് അവർ. വീണ്ടും എൻ്റെ മക്കൾക്ക് ഇത് സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിപ്പിച്ചു വിടുന്ന സമയത്ത് കുറേ എന്താ പറയുക, സ്വർണവും അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീധനമൊക്കെ എടുത്ത് കൊടുത്ത് നിറച്ച് ഇങ്ങോട്ട് കൊടുക്കും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടിയുടെ കേസിൽ എന്തോ ഞാൻ ന്യൂസിൽ അവർ പറയുന്നത്, വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഈ സ്ത്രീധനമായിട്ട് ബന്ധപ്പെട്ട് പീഡനം, ഇപ്പോൾ ഫിസിക്കൽ അബ്യൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള അബ്യൂസ് ആയിക്കോട്ടെ, ഇതൊക്കെ ആ കുട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ വീട്ടിൽ ഓൾറെഡി ഒരു സൂചന ആ പെൺകുട്ടി കൊടുക്കുന്ന സമയത്ത് പോലും അഡ്ജസ്റ്റ് ശരിയാവും, ഓക്കെ ആവും, പിടിച്ചു നിൽക്ക് എന്നുള്ള രീതിയിലൊക്കെയാണ് പെണ്ണിൻ്റെ വീട്ടുകാർ പറയുന്ന എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ന്യൂസിൽ അവർ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പറയണമെന്നൊന്നും വിചാരിക്കരുത്, ഈ പെണ്ണിൻ്റെ എന്നല്ല ഞാൻ പറയുന്നത്, ഈ പെൺകുട്ടിയുടെ എന്നല്ല പറയുന്നത്. ഇങ്ങനെ ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുടെ ഒക്കെ, അല്ലെങ്കിൽ ഇനി അത്തരത്തിലുള്ള തോട്ടിൽ നടക്കുന്ന പെൺകുട്ടികളുടെ ഒക്കെ വീട്ടുകാരെ പിടിച്ച് അടിക്കുകയാണ് ആക്ച്വലി ചെയ്യേണ്ടത്. കെട്ടിയിട്ട് അടിക്കുകയാണ് ആക്ച്വലി ചെയ്യേണ്ടത്. കാരണം
പ്രയാസങ്ങളുണ്ട്, ഭർത്താവിൻ്റെ വീട്ടിൽ പ്രയാസങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ വീട്ടിൽ വിളിച്ച് അറിയിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വാ മോളെ, ഞാൻ നോക്കിക്കോളാം, ഒരു പ്രയാസമില്ലാതെ, ഇനി നീ അനുഭവിക്കണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കോൺഫിഡൻസ് കൊടുക്കുന്നതിന് പകരം അവിടെ അടി കൊണ്ടോ കുഴപ്പമൊന്നുമില്ല, ചീത്തയൊക്കെ കേട്ടിരിക്കുക, ജീവിതം സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും, മെല്ലെ മെല്ലെ ശരിയായിക്കോളും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അവരെ പിന്നെയും അബ്യൂസിന് ഇട്ടുകൊടുക്കുകയാണ് ആക്ച്വലി പലരും ചെയ്യുന്നത്. പല പെൺവീട്ടുകാരും ചെയ്യുന്ന പരിപാടി അതാണ്. എന്താണ് പഠിക്കാത്തത്? അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ നേരിട്ടിട്ട് ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് പിന്നെ കിടന്ന് ഈ പെൺകുട്ടികളുടെ വീട്ടുകാർ കിടന്നിട്ട് അയ്യോ മോള് പോയേ എന്താണ് ഭർത്തൃ വീട്ടുകാർ കൊന്നേ, ഭർത്തൃ വീട്ടുകാർ കാരണമാണ് എൻ്റെ മോളെ നഷ്ടപ്പെടാൻ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞ് നിലവിളിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാവും? ഭർത്തൃ വീട്ടുകാർ കാരണം മരിക്കുന്നു എന്നുള്ള ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇത്തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ഭർത്തൃ വീട്ടിൽ തന്നെ നിർത്താൻ പ്രേരിപ്പിക്കുന്ന പെമ്മക്കളുടെ വീട്ടുകാരും തെറ്റുകാരാണ്. ദേ ആർ ഓൾസോ എ പാർട്ട് ഓഫ് എന്താ പറയുക ഇത്തരത്തിലുള്ള ഇൻസിഡന്റ് എന്നാണ് എനിക്ക് പച്ചയ്ക്ക് പറയാനുള്ളത്. ഇത് പറയുന്ന സമയത്ത് ആർക്കൊക്കെ എവിടുന്നൊക്കെ എങ്ങനെയൊക്കെ കൊള്ളുന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇറ്റ്സ് എ ഫാക്ട്. സിമ്പതി ഉണ്ട് എനിക്ക് ഇത്തരത്തിൽ എന്താണ് പറയുക പെൺകുട്ടികളെ ഈ സ്ത്രീധന പീഡനത്തിൻ്റെ പേരിൽ മരണപ്പെടുന്ന സമയത്ത് അവരോടും സിമ്പതിയുണ്ട്, വീട്ടുകാരോടൊക്കെ സിമ്പതിയുണ്ട്. പക്ഷെ നമ്മൾ റിയാലിറ്റി സംസാരിക്കാതിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ റിയാലിറ്റി പറയുന്നത്. എന്തുകൊണ്ട് ഈ പ്രശ്നം പറയുമ്പോൾ എന്തുകൊണ്ട് വീട്ടിലേക്ക് വിളിക്കുന്നില്ല? വലിയ കാര്യത്തിൽ കല്യാണം കഴിപ്പിച്ച് വിടുന്നുണ്ടല്ലോ. ആഡംബര കല്യാണം, കാറ്, ബംഗ്ലാവ്, സ്വർണം, പണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്ത് അന്തസ് നാട്ടുകാരുടെ മുമ്പിൽ തടി രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാന രക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ വലിയ ലെവലൊക്കെ നടത്തുന്നുണ്ടല്ലോ. ഇതെന്തോ വല്ല പശു ആട് എരുമ വല്ലതൊക്കെയാണ് ഈ പെണ്ണെന്ന് പറയുന്നത്. മനുഷ്യനല്ലേ, അടി കൊണ്ടാലും നോവും, മാനസികമായിട്ടും നോവും പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ പ്രയാസം വരുന്ന സമയത്ത് ഈ അന്തസ് മാത്രം നോക്കിക്കൊണ്ട് പുഴുങ്ങിക്കൊണ്ടിരിക്കാതെ പ്രയാസം പറയുന്ന സമയത്ത് സ്വന്തം വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അങ്ങനെ ആവണം തന്തേം തള്ളയും, അങ്ങനെ ആയിരിക്കണം തന്തേം തള്ളയും. അല്ലാണ്ട് മറ്റേ കോണ വർത്താനം പറഞ്ഞുകൊണ്ട് എന്താ പറയുക അഡ്ജസ്റ്റ് എന്ത് അഡ്ജസ്റ്റ് ചെയ്യണ്? എനിക്കിത് ഇപ്പം ഇവിടെ കേരളത്തിലുള്ള എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, കേരളത്തിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആക്സസ് കേരളത്തിലുള്ള ആൾക്കാരാണല്ലോ കേൾക്കുക ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുമ്പോൾ. എനിക്ക് പറയാനുള്ളത് സ്ത്രീധനം കൊടുക്കാതിരിക്കുക, ചോദിക്കാതിരിക്കുക, ചോദിച്ചു കഴിഞ്ഞാൽ ബന്ധേ വേണ്ടാതിരിക്കുക, അത്രേ പറയാനുള്ളൂ. സ്ത്രീധനം തന്നാലേ കല്യാണം കഴിക്കൂ എന്ന് പറയുകയാണെങ്കിൽ വേണ്ട നായൻ്റെ മക്കളെ വിട്ടോ എന്ന് പറയണം. കൊടുക്കാൻ നിൽക്കരുത്. അങ്ങനെ നിങ്ങൾ കൊടുത്തിട്ടാണ് വിവാഹം കഴിച്ചിരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പോയി, നഷ്ടമായി എന്നർത്ഥം. ഐഡന്റിറ്റി പോയി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ കൊടുത്ത് കെട്ടിക്കുന്ന സമയത്ത് വാങ്ങുന്നവന് നാണമില്ല, അത് വിട്, അത് വേറെ കാര്യം. വാങ്ങുന്നവന് നാണമില്ല. എന്ത് നല്ല കുട്ടിയാണത്, എന്ത് നല്ല കുട്ടിയാണ്. നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടിയിട്ടൊക്കെ ജീവിച്ച് പോണതിന് പകരം ഈ സ്ത്രീധനത്തിൻ്റെ പേരിലും ഒക്കെ പീഡിപ്പിക്കുക, അതിൻ്റെ പേരിൽ ഒരു ഇത്തരത്തിലുള്ള നായൻ്റെ മക്കൾ കാരണം ഒരാളുടെ ജീവൻ പോവുക എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സംസാരിച്ച് മടുത്ത വിഷയമാണ്. എനിക്ക് മാത്രമായിരിക്കില്ല, ഇവിടെ വീഡിയോസ് ചെയ്യുന്ന എല്ലാവരുടെ കാര്യമാണ് പറയുന്നത്. ഈ ഒരു വിഷയത്തൊക്കെ ഇതിനു മുമ്പും കേരളത്തിൽ ഒരുപാട് സംഭവിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ അറിയോ, എന്നിട്ട് നിൽക്കണില്ലല്ലോ. എന്നിട്ട് എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. വിഡ്ഢികളായ പാരൻസ് വീണ്ടും സ്ത്രീധനം കൊടുക്കാൻ തയ്യാറാവുന്നു. വാങ്ങാൻ കുറേ നാളില്ലാത്തവരും ഒരുങ്ങി നിൽക്കുന്നു. പിന്നെ എനിക്കിത് ഈ കുട്ടിയുടെ ഓഡിയോ കേട്ട സമയത്തെ എനിക്ക് സംസാരിക്കാതിരിക്കാൻ തോന്നിയില്ല. കാരണം എന്തൊരു നിസ്സഹായാവസ്ഥയല്ലേ, എന്തൊരു നിസ്സഹായാവസ്ഥയെന്ന് നോക്കൂ. അത്രയും തീരെ മാനസികമായിട്ട് എല്ലാവരും പെർഫെക്റ്റ്, എല്ലാവരും പവർഫുള്ളൊന്നും ആയിരിക്കില്ല. മനുഷ്യന്മാരാണ്, പലരും വളരെ വീക്കായിരിക്കും. നേരിടാനൊന്നും ഭയങ്കര കെൽപ്പുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളൊന്നും ആയിരിക്കില്ല. ഒരു പരിധി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവും, മൈൻഡ് പോവും. പിന്നെ സ്വന്തം വീട്ടിൽ നിന്നും എന്താണ് ഉത്തരവാദിത്വം ഒന്ന് ഒഴിഞ്ഞിട്ട് പലരും ഈ പറഞ്ഞ പാരൻസ് മാറി നിന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിടുകയാണല്ലോ ചെയ്യണം. അപ്പം പിന്നെ എന്ത് ചെയ്യാനാണ്? അപ്പം എവിടെയും ഹോപ്പില്ല, എവിടെയും സപ്പോർട്ടില്ലാതെ വരുന്ന സമയത്ത് ആത്മഹത്യയിലേക്ക് എത്താണ് ചെയ്യുന്നത്.
എനിക്ക് ഈ ഓഡിയോ കേട്ട സമയത്ത് വിസ്മയനെയാണ് ഓർമ്മ വന്നത്. വിസ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിസ്മയനെ കുറേ അബ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ. ഇതുപോലെ എന്തോ ആണെന്ന് തോന്നുന്നു. അവരും ഓഡിയോയോ എന്തൊക്കെയൊക്കെയോ അയച്ചിട്ടൊക്കെയാണ് അവർ ആത്മഹത്യ. തോന്നുന്നത് വിസ്മയാണോ അതോ വേറെ വല്ലവരാണോ? എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും ഇത് സംഭവിക്കുന്നുണ്ട്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഇത്തരത്തിലുള്ള മരണങ്ങൾ, ആത്മഹത്യകളും കാര്യങ്ങളൊക്കെ. വിഷമമുണ്ട് ഇങ്ങനെ സംഭവിക്കുന്ന കാണുമ്പോൾ. പിന്നെന്താണ്, ഇനി കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പോകുന്നുണ്ടോ? എല്ലാവരും ജോലി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. ഞാൻ ഒരിക്കലും മാരേജ് എൻകറേജ് ചെയ്യില്ല ആരെയും. ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല. ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരുപാട് ആളുകളൊക്കെ ആക്ച്വലി ഉണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ എൻകറേജ് ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു സംഭവമാണ് നിങ്ങൾ കല്യാണം കഴിക്കൂ എന്നുള്ള സംഭവം. അത് ആൺകുട്ടികളോടായിക്കോട്ടെ പെൺകുട്ടികളോടായിക്കോട്ടെ. കല്യാണം കഴിക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് നാൾ ഡേറ്റ് ചെയ്യുക, കുറച്ചധികം നാൾ ഡേറ്റ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കാനും അറിയാനും ഒക്കെ. അത്യാവശ്യം നല്ല രീതി, അത്യാവശ്യം 2-3 കൊല്ലം എടുത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഡേറ്റ് ചെയ്ത് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മാരേജിലേക്കൊക്കെ തുനിഞ്ഞിറങ്ങിയാൽ മതി. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, ഇല്ലെങ്കിൽ ആണും പെടും പെണ്ണും പെടും. മനസ്സിലായ? അത് മറ്റൊരു കാര്യം. ഇനി അങ്ങനെ വെട്ടിയിട്ട് തൂങ്ങിച്ചാവേണ്ട ഗതികളിൽ നടക്കുന്ന ഒരുപാട് ആളുകൾ ആക്ച്വലി വേറെ ഉണ്ട്. സ്ത്രീധനല്ലാത്തതിൻ്റെ ഈ ഭാര്യയും ഭർത്താവും ഒരു തരത്തിലും ചേരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിച്ച് ഡിവോഴ്സും കിട്ടുന്നില്ല, അവർ തേങ്ങയും കിട്ടാതെ മാനസിക സമ്മർദ്ദം മൂത്ത് ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളും ഈ സമൂഹത്തിലുണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ആലോചിക്കുക. കെട്ടണം എന്ന് അത്ര നിർബന്ധം ഉണ്ടെങ്കിൽ കുറച്ച് നാൾ ഡേറ്റ് ചെയ്യുക, ഉറപ്പ് വരുത്തി കെട്ടുക. ആദ്യം സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം, ഇൻഡിപെൻഡൻ്റ് ആവുക, ആരുടെയും ബലമില്ലാതെ. സ്വന്തം വീട്ടുകാരെ പോലും നോക്കേണ്ട കാര്യമില്ലെന്നാണ് ഇതൊക്കെ തന്നെയല്ല അവസ്ഥ. വീട്ടിൽ വല്ല പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന പറയുന്ന കോമരങ്ങളാണ് ഒരു കൂട്ടം ഉള്ളത്. എല്ലാവരും എല്ലാം പറയുന്ന ആ കൂട്ടം കോമരങ്ങളാണ്. അപ്പോൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത്. സ്വന്തം വീട്ടുകാരെ പോലും ഡിപ്പെൻഡ് ചെയ്യരുത്. സ്വന്തമായി പഠിക്കുക, ജോലി ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കുക, സേഫ് ആവുക. അതാകുമ്പോൾ അവനവനൊരു ധൈര്യമെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടാവും, പണം ഉണ്ടാവുന്ന സമയത്തേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാക്കുക. അല്ലാണ്ട് കല്യാണം എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഏത് നിമിഷം പണി പറ്റുക എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റില്ല. ഞാൻ വീണ്ടും പറഞ്ഞു, ജനറലൈസ് ചെയ്ത് പറയണമല്ല, നല്ല രീതിയിൽ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ കല്യാണം എന്ന് പറയുന്നത് കുറച്ച് ആലോചിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ ഭാര്യ പോയി നിൽക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവും ഭാര്യ ഒരുമിച്ച് ജീവിക്കുന്നു എന്നുള്ളൊരു കാര്യം മാത്രമല്ലല്ലോ. 2 മനുഷ്യന്മാരാണ്, 2 കാഴ്ചപ്പാടും താല്പര്യങ്ങളും അപ്രോച്ചുകളുമാണ് കാര്യങ്ങളോട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രയാസമായിരിക്കും ജീവിച്ചു പോകാനൊക്കെ. ഇപ്പം ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞതെന്ന് മാത്രം കേട്ടോ, സ്ത്രീധന പീഡനം വേറെ. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ദയവ് ചെയ്തിട്ട് ഈ പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്, കെട്ടിച്ചൊക്കെ വിടണതൊക്കെ ആയിക്കോട്ടെ, പക്ഷേ വീട്ടിൽ ഈ ഓരോ പ്രശ്നമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, അടിയും പിടിയും ബഹളമാണ്, മാനസിക സമ്മർദ്ദം ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പറയുമ്പോൾ ഈ അഡ്ജസ്റ്റ് ചെയ്ത് പണ്ടാറടങ്ങാൻ വേണ്ടി പറയുന്ന ഒരു ശൈലി ഉണ്ടല്ലോ, അതൊന്നും നിർത്തണം. ആടോ മാടോ പശുവൊന്നുമല്ല, അവർക്കും മാനസിക സമ്മർദ്ദമുണ്ട്. അപ്പോൾ പിന്നെ മനുഷ്യൻ്റെ കാര്യം പറയണം. അപ്പോൾ പ്രയാസം പറയണ സമയത്ത് സ്വന്തം വീട്ടിലേക്ക് വാ മോളെ, നമ്മൾ നോക്കിക്കോളാം എന്ന് പറയാൻ വേണ്ടി പറ്റണം. അതില്ലെങ്കിൽ പിന്നെ എന്ത് തന്നേന്നുള്ളേ? ഇത്രേ പറയാനുള്ളൂ. എന്തായാലും ഒരു ജീവനം കൂടിയും പോയി. തമിഴ്നാട് കേരളം എന്നൊന്നും പറഞ്ഞിട്ട് വേർതിരിച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം, ഇന്ത്യയിൽ നടക്കുന്ന കാര്യം പറയണേ. അപ്പോൾ ശരി, ബൈ.